സർവശക്തനായ കർത്താവിൻ്റെ മഹത്വമേറിയ നാമം ഈ മധ്യാഹ്ന സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് വാത്സല്യ കുഞ്ഞിനോട് ചേർന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് കർത്താവിനുദാസിയും ഞങ്ങൾക്കൊന്നു ചേർന്ന മോനോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം തന്ന വലിയ സ്നേഹത്തിനും കരുതലിനുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏതാണ്ട് 16 വയസ്സുള്ളപ്പോൾ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുകയും അന്നത്തെ കാലയളവിലുള്ളതായ വിശ്വാസ സ്നാനം ഒഴികെ മറ്റുള്ള എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾ മാർത്തോമാ സഭകളിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ കാലങ്ങളിലൊക്കെ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാനും അങ്ങനെയുള്ളവർ കൈവെക്കുന്നതിന് വേണ്ടി ഉള്ള ആഹ്വാനം ചെയ്ത് ഏതാണ്ട് 10ഓളം യൗവനക്കാർ 10 പേരോടും യേശുക്രിസ്തുവിനെ ആ സുവിശേഷ പ്രസംഗത്തിൽ പോവുകയും എന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം ആ സുവിശേഷ വേദിയിൽ യേശുവിനെ ആരുണ്ട് രക്ഷകനായി അംഗീകരിപ്പാനെന്ന് ആ യൗവനക്കാരുടെ മധ്യത്തോട് ഒരു ആഹ്വാനം വന്നപ്പോൾ ഞാൻ എൻ്റെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. നാളുകളായി ആ സുവിശേഷ ദൗത്യത്തിലൊന്നും എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ 22 വയസ്സുള്ളപ്പോൾ 23 വയസ്സുള്ളപ്പോൾ കേരളം വിട്ട് കർത്താവിൻ്റെ കൃപയാൽ ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ ജോലിയുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിൽ 20 വർഷക്കാലം അവിടെയായിരുന്നു. ഈ 20 വർഷക്കാലവും ഒരു ലോകപ്രകാരമുള്ള ആളായിട്ടല്ല, ഒരു ആധ്യാത്മിക ശുശ്രൂഷയുടെ ഭാഗമായി ദൈവത്തിൻ്റെ ദാസന്മാരോട് ചേർന്ന് അവരെ സ്നേഹിക്കുകയും കരുതുകയും എൻ്റെ ആയുസ്സും ആരോഗ്യവും ശബ്ദവും ഒക്കെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനും ഒക്കെ ദൈവം ഭാഗ്യം തന്നു. അതുപോരാ, എനിക്ക് ഇനി ആവശ്യമായിരിക്കുന്നത് ഭൂമിയിൽ എനിക്കുള്ളതായ ഭൗതിക നന്മകളൊക്കെ ദൈവം തരേണ്ട കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്നാൽ എനിക്കിനിയും ഭൂമിയിൽ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കർത്താവിനെ കാപറ്റ്യമില്ലാതെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്ത് എൻ്റെ കർത്താവിൻ്റെ നിത്യ കൂടാരത്തിൽ എനിക്ക് എത്തുവാൻ എനിക്ക് ആവശ്യമായിരിക്കുന്ന ഒരു വിശുദ്ധ ജീവിതവും ഈ ലോകപ്രകാരമുള്ള ബിസിനസ്സും ഒന്നുമല്ല എനിക്ക് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് നോർത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ദൈവത്തോട് ഞാൻ സംസാരിച്ച് ദൈവം എന്നോട് സംസാരിച്ചു. ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ ആ ക്രമീകരണങ്ങളെല്ലാം വിട്ട് ഞാൻ കേരളത്തിലേക്ക് കടന്നു വന്നു. കേരളത്തിൽ കടന്നു വന്നതും അവിടെ ചില പരീക്ഷകളും പ്രയാസങ്ങളുമൊക്കെ ദുഃഖങ്ങളും വേദനകളും വേർപാടുകളും കഷ്ടങ്ങളുമൊക്കെ എന്നെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ കാലയളവിലൊക്കെയും എൻ്റെ ദൈവം എന്നോടുള്ള വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ലായിരുന്നുകൊണ്ട് ഭൂമിയിലുള്ള ഭൗതിക ചിന്തയൊന്ന് വിട്ടിട്ട് എൻ്റെ കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും വചനപ്രകാരം തിരുവചനം അല്പമായിട്ട് ഗ്രഹിക്കുവാനും 3 വർഷക്കാലം ദൈവത്തിൻ്റെ വചനം പഠിച്ച് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് 20ഓളം വർഷക്കാലം മഹത്വമേറിയ കർത്താവിൻ്റെ വേല ചെയ്ത് ഷർഷക് ബോർഡിന് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ളതായ ആ സഭയോട് ചേർന്ന് എൻ്റെ ജീവിതം 20ഓളം വർഷക്കാലം ദൈവം നടത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എന്നാൽ അടുത്ത കാലങ്ങളിലൊക്കെയും പ്രായാധിക്യവും ശാരീരികമായ പ്രയാസങ്ങളുമൊക്കെ എന്നെ അലട്ടിയതുകൊണ്ട് പൂർണ്ണമായ ദൗത്യത്തിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ ക്രമീകരണം അനുസരിച്ചുള്ളതായ വർഷങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഞാനിപ്പോഴത്തെ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് കേരളത്തിലെ എൻ്റെ ഗ്രാമമായിരിക്കുന്ന ഭരണിക്കാവ് തന്നെ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് മഹത്വമേറിയ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോകുന്നു. 4 മക്കളാണ്. അവരുടെ മക്കളും മരുമക്കളും കുഞ്ഞുമക്കളുമായിട്ട് ഒരു ഒറ്റ കർത്താവ് തന്നിട്ടുള്ള മക്കളുണ്ട്. അവരിൽ ഒരുവനാണ് ജിജിന്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനും മഹത്വമുണ്ടാകട്ടെ. അനേക ജീവിത അനുഭവങ്ങൾ എനിക്കുണ്ട്. അതൊന്നും ഇപ്പോൾ പറയുവാൻ അനേക അത്ഭുത പ്രവൃത്തികൾ ഞങ്ങളിൽ കൂടെ ദൈവം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത മക്കളുടെ ഭവനത്തിൽ 6 വർഷവും 7 വർഷമൊക്കെ ആ ഭവനത്തിലിരുന്ന്
കണ്ണുനീരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഭവനങ്ങളെയൊക്കെ കർത്താവ് ധാരാളമായി അനുഗ്രഹിച്ച ആ ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്തു. കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദുഃഖം അനുഭവിച്ച മക്കൾക്ക് ദൈവം എന്തെല്ലാം വിഷയത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ഞങ്ങൾ ഇടുമെന്ന് കരഞ്ഞോ. എന്നാൽ അവിടെയൊക്കെയും ദൈവം അത്ഭുത പ്രവൃത്തി ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ എനിക്കുള്ളതായ ഇന്ത്യ ദൈവസഭയുടെ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യയുടെ ഒരു പുതിയ ഓവർസറായിട്ട് റെജി എന്നുള്ള ദൈവത്തിൻ്റെ ദാസനാണ് ഈ വർഷക്കാലം ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. ദൈവത്തിന് അപ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ റിട്ടയർമെൻ്റ് ആയിരിക്കും ദൈവദാസന്മാരെ ഇന്ന് വരെ വേണ്ടതുപോലെ മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അറിയിക്കുകയും അതിലൊരുവനായിരിക്കുന്ന എനിക്കും എൻ്റെ സർവശക്തനായ ദൈവം ഒരവസരം ഈ ഭരണക്കാവ് സഭയിൽ നിന്ന് എനിക്കും അതിൽ പങ്കാളിത്തം വഹിക്കാനും മുളക്കഴിയിൽ കടന്നു ചെന്ന് ദൗത്യം ഏറ്റുവാങ്ങാനും ദൈവത്തിൻ്റെ കരുണയാൽ ദൈവത്തിന് സ്തോത്രം. എനിക്ക് വലിയ സന്തോഷവും എൻ്റെ ജീവിതത്തിൽ വളരെ ആനന്ദമുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഒന്നും ആയിട്ടില്ലെന്ന്. ഞാൻ യാതൊന്നും ആയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ആയെന്ന് ഞാൻ സമർത്ഥിക്കുന്നങ്ങനെ എനിക്കൊന്നും പറയാൻ കഴിയത്തില്ല. എൻ്റെ കർത്താവിൻ്റെ വേലപ്രദേശത്ത് ഞാനൊന്നും ആയിട്ടില്ല. ആകേണ്ടതുപോലെ ആയിത്തീരാനും അവൻ്റെ മഹത്വമേറിയ വേലയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ടവൻ ആ നിത്യത കൂടാരത്തിൽ എനിക്ക് എത്തിച്ചേരുവാൻ ആ ദൗത്യത്തിൽ എത്തിച്ചേരുവാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഞങ്ങൾ കുടുംബമായി ഞങ്ങളുടെ കർത്താവിൻ്റെ വേലയിൽ വർണ്ണിക്കാവ് സഭയുള്ള ബന്ധത്തിനും എന്താ ശാരീരികമായ പ്രയാസങ്ങളാൽ എനിക്ക് കഴിഞ്ഞ കാലങ്ങളെ പോലെ വാഹനങ്ങൾ ഓടിക്കാനോ ഒന്നും കഴിയുന്നില്ല. 77 വർഷക്കാലം ദൈവം കഴിഞ്ഞ ആഴ്ചയാണ് പൂർത്തീകരിച്ചത്. കർത്താവിൻ്റെ മകളും 66 വയസ്സ് കർത്താവിൻ്റെ മകളും ഞങ്ങളെ ഒന്നിച്ച് കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ സഭയ്ക്ക് ഒരനുഗ്രഹമാണ്, ഞങ്ങൾക്ക് സഭ ഒരനുഗ്രഹമാണ്. കഴിഞ്ഞ ആഴ്ചക്കാലം ഒരു മീറ്റിങ്ങുകളും ഞാൻ ഉപേക്ഷയായി വിചാരിക്കത്തില്ല. ഒരു മീറ്റിങ്ങും അത് തള്ളിക്കളയത്തില്ല. ഒരാരാധനയും അങ്ങനെ യാതൊരു കാരണത്താലും ഉപേക്ഷയായി വിജയിക്കുന്ന ഒരു കാര്യമില്ല. സ്വർഗത്തിലെ ദൈവം ഇന്നുവരെയും നടത്തി, ഇന്നുവരെയും പരിപാലിച്ചു. കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് അനുഗ്രഹമുണ്ട്. ദൈവസഭ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യയിലെ ഉന്നതന്മാരായ പൂർവ്വകാലങ്ങളിൽ ഞങ്ങളെക്കാൾ സീനിയേഴ്സായിട്ട് കർത്തൃവേലയിൽ അഹോരാത്രം പ്രവർത്തിച്ച അനേക ഭക്തന്മാരുടെ നിരയിൽ ഒരുവനായിട്ടിരുന്ന് എനിക്കും അതിൽ പങ്കാളിത്തം വഹിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിട്ടുള്ളതായ മെമൻറ്റോയും കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങളതിൽ പങ്കാളിത്തം വഹിച്ചു. ഞങ്ങൾക്ക് പൊന്നാട അണിയിച്ച് ദൈവസഭയ്ക്ക് എത്രയോ 100 പാസ്റ്റേഴ്സിനെ പൊന്നാട അണിയിച്ച് ദൈവത്തിന് സ്തോത്രം. അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഒക്കെ ആ പാസ്റ്റർ ചെയ്ത വലിയ ദൗത്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അനുഗ്രഹമുണ്ട്. അവരൊന്നും പുകഴ്ചയൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഞാനൊന്നും ആയിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, സഹായിച്ചു. വളരെ ഭൗതികമായിട്ടൊക്കെ ഞങ്ങൾ ഞെരുങ്ങിയിട്ടുണ്ടെങ്കിലും ഞങ്ങളറിയാത്ത വഴിയിൽ കൂടെ ദൈവം ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തി, ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ അർഹതയില്ലാത്ത സ്ഥാനത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടുമെന്ന് പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ ദൗത്യം അതാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കുഞ്ഞുങ്ങളും അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച് ഇനിയും വിശ്വാസത്തിലേക്ക് പൂർണ്ണമായി കടന്നു വരാൻ കഴിയാത്തവർക്ക് അവരും ആ ദൗത്യത്തിലേക്ക് കടന്നു വരണം. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ദൈവത്തെ സർവശക്തനായ ദൈവം ഈ വർഷത്തിൻ്റെ ആരംഭമായിരുന്നു ബ്ലഡ് ക്ലോട്ടായ ഒരു അവസ്ഥയൊക്കെ എനിക്കുണ്ടായി. അതിൽ നിന്നൊക്കെ ദൈവം ഞാൻ വിചാരിച്ചു സംസാരിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രസംഗമൊന്നും ഞാൻ ഈ നാളുകളിൽ ചെയ്യുന്നില്ല. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്തൃദാസനോടൊപ്പം പ്രാർത്ഥനയിലും ഞാൻ കടന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത് എന്നെ ആ ദൗത്യമാണ് ദൈവസഭയിലെ ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നത്, പ്രാർത്ഥന. അതുകൊണ്ട് ശുശ്രൂഷകളൊക്കെ അധികമായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കുകയും സഭയോടൊപ്പം ചേർന്ന് ഒരു അനുഗ്രഹമേറിയ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്നു. സർവശക്തനായ ദൈവം ഞങ്ങളുടെ ഉടമത്തെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നിനും മുറ്റില്ലാത്ത തരത്തിൽ
കർത്താവ് നടത്തുന്നു. എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ഭാഗ്യം തന്നിരിക്കുന്നു. ഇനിയും ഒരിക്കൽ ജിജിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവന് കൊടുത്ത വലിയ ഭാഗ്യത്തിനായിട്ട് ആ ശ്രേഷ്ഠമായ ആ അനുഭവത്തെ ഓർത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് വടക്കേ ഇന്ത്യയിൽ എൻ്റെ പുറകെ കടന്നു വന്ന മക്കളാണ്. അതിലൊരുവനാണ് ഷാജിയാണ് ഇന്ത്യ ദൈവസഭയുടെ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അവർ വടക്കേ ഇന്ത്യയിലെ വേലയിൽ അവർ മുന്നോട്ട് പോകുന്നു. ആ സഹോദരങ്ങളൊക്കെയും വടക്കേ ഇന്ത്യയിലെ കർത്താവിൻ്റെ വേലയിൽ അവർ സഹായികളായിട്ട് മുന്നോട്ട് പോകുന്നു. ജ്യേഷ്ഠൻ്റെ മറ്റൊരു മകന് കർത്താവിൻ്റെ വേലയിൽ അജി എന്ന് പറയുന്ന കർത്താവിൻ്റെ മകന്. അങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒറ്റയ്ക്കാണ് ഞാൻ ഇറങ്ങിയതെങ്കിലും എൻ്റെ തലമുറകളും എൻ്റെ സഹോദരങ്ങളുമൊക്കെ ഈ പടി ചവിട്ടി അവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയും കടന്നു വരേണ്ട മക്കളുണ്ട്. അവരെ ദൈവം സന്ദർശിച്ച് അവർക്ക് വേണ്ടി വഴികളെ ദൈവം തുറന്ന് ആ വചനത്തിൻ്റെ വേര് അവർ വശപിടിച്ച് കർത്താവിൻ്റെ ദൗത്യത്തിന് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.